നീ ആണുങ്ങളെ പോലെ നടക്കുക, നീ ആണുങ്ങളെ പോലെ കൂട്ടുകൂട്, ആണുങ്ങളെ പോലെ ജീവിക്കുക. നമ്മളെ ഒരു കോമാളി പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ആൾക്കാർ കോൽക്കളി എന്ന് വിളിക്കുമ്പോൾ ആഷിനും ഇതേപോലെ കോൽക്കളിക്കാരൻ, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഞാൻ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, റൂംസ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട്, തറ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഭയങ്കര പ്രൗഡാണ് എനിക്ക്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളതല്ലല്ലോ, നമ്മൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും ബോൾഡായിട്ടൊരു സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. രാവിലെ എണീക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മനെ ഞാൻ കാണാറ് പോലില്ല. കാരണം എൻ്റെ അമ്മ രാവിലെ ജോലിക്ക് പോകും, ഓരോരോ വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ വരുന്ന സമയത്ത് അവിടെയാണ് ഫസ്റ്റ് കയറുക. അപ്പോൾ അവിടെ ഉമ്മ ബാക്കിൽ അലക്കുന്നുണ്ടാവും, ഉമ്മ കൊടുത്ത ഫുഡ് ഉണ്ടാവും, അവിടെ മൂടി വെച്ചിട്ടുണ്ടാവും. ആ ഫുഡ് എനിക്ക് ഉമ്മ തരും, ഞാനത് അവിടെ നിന്ന് കഴിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സർജറിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് ആ ഹോർമോൺ ടാബ്ലറ്റ് നമ്മൾ ഒരു കോഴ്സ് ഫുള്ള് കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സർജറിയും കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും. അടുത്ത ജന്മത്തിൽ ജാസി എന്താവണം, ദൈവം ഒരു വരം തരികയാണ്, ചോദിച്ചോളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒന്നെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട്, അല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ലൈഫ് തന്ന് പരീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് ദൈവത്തിനോട് പറയുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെ എന്തിനാ ഈ വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോയത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആഴങ്ങളിൽ മനസ്സ് പറയുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട ജാസി. ജാസിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജാസിയാണ് എവിടെയും. ഒരു പുതിയ നല്ല എന്താ പറയാ കണ്ടന്റ്, അതല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം, അല്ലെങ്കിൽ അത്തരം നല്ലൊരു ഭക്ഷണം, അങ്ങനെ എന്ത് കാര്യത്തിലും സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തിരയുന്ന ഒരു പേര് ജാസിയുടെയാണ്. അപ്പോൾ പിന്നെ ജാസിയെ കണ്ടുകൊണ്ടിരിക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ ജാസി ഇവിടെ ഇങ്ങനെ ഇത്രയും മില്യൺസ് വ്യൂ ആയിട്ട് എത്തി നിൽക്കുന്നുണ്ടല്ലോ, ഇന്നിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ പുഞ്ചിരിയുടെയൊക്കെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അല്ലേ? ഒരുപാട് വേദനകൾ ഉണ്ടെന്ന് എനിക്കറിയാം, തോന്നിയിട്ടുണ്ട്. പൊതുവേ പ്രത്യേകിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇത്രയൊക്കെ സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടി വരുമ്പോൾ, കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ ആ കിട്ടി വരുമ്പോൾ തന്നെ ഇതേപോലെ ഈ പുറകിലും വന്ന വഴികളൊന്നും പലപ്പോഴും ആരും ഓർമ്മിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുറന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ, ജാസിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അമ്മാതിരി ചീത്തവിളിയൊക്കെ വരാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ജാസി ഇതൊക്കെ? ഇപ്പൊ എന്നോട് ഇത്രയും സ്വീറ്റ് ആയിട്ട് സംസാരിക്കും. ഈ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ചു നേരം വെറുതെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു കുട്ടി, എങ്ങനെയാണ് ഇമാതിരി വർത്തമാനങ്ങൾ ആൾക്കാർ ഇങ്ങനെ ഒരാളോട് പറയാൻ പറ്റുന്നതെന്ന്. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്താ തോന്നുക? പൊതുവെ വിഷമം തന്നെയാണ്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഞാൻ ഇങ്ങനെ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ജെൻഡർ വൈസ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു എനിക്ക്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റീൽസൊക്കെ നിർത്തി, വേണ്ട എന്തിനാ വെറുതെ വേറെ ആൾക്കാർ പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നത് വെച്ച് ഞാൻ നിർത്തിയതൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ ഹാപ്പിനെസ് നമ്മൾ ഒരാൾ പറയുന്നതനുസരിച്ച് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, വേണ്ട, നമുക്ക് നമ്മളായിട്ട് ജീവിക്കണം, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. ഇനിയും കമ്മൗട്ട് ചെയ്ത് വരാൻ താല്പര്യമുള്ള ആൾക്കാർ അവർക്ക് ഞാനൊരു ചെറിയൊരു പ്രചോദനം ആവണം, അല്ലെങ്കിൽ ജാസി ഇവിടെ ജീവിച്ചിരിക്കണം എന്നുള്ളത് ആരെങ്കിലുമൊക്കെ അറിയണം എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് വീണ്ടും എൻ്റെ മനസ്സ് തുറന്നിട്ട് തന്നെ വന്നത്. എന്ത് ജാസിയുടെ ഒരു ഹാപ്പിനെസ്, ആ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു ഞാൻ കമ്മൗട്ട് ചെയ്ത് വരുന്നത്. കാരണം അതുവരെയും ഞാൻ ജാസി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നോക്കിക്കാണാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനൊക്കെ ഭയങ്കര ഒരു വലിയൊരു മതിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും. അത് ഞാൻ തന്നെ ഒരു പ്രയത്നിച്ചിട്ടാണ് ഞാൻ ആ മതിലെല്ലാം പൊളിച്ച് ഞാനായിട്ട് ജീവിക്കാൻ കമ്മൗട്ട് ചെയ്ത് വന്നത്. ജാസിയെ പോലെയുള്ള ട്രാൻസ് വുമൺ ആയി മാറാനായിട്ടുള്ള ശ്രമം നടക്കുക, അങ്ങനെ ഒരു തീരുമാനം ആദ്യം സ്വന്തം മനസ്സിലെടുക്കും. അങ്ങനെ മനസ്സിലെടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ അതിന് വേണ്ടി. അപ്പോൾ അത് ആദ്യം ഫാമിലിയുടെ അകത്തായിരിക്കും ഈ ഫൈറ്റ് ഉണ്ടാവുന്നത്, പിന്നെ അടുത്ത കൂട്ടുകാരുടെ ഇടയിലായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, പിന്നെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഇത് ഉള്ളിൽ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അതിനെങ്ങനെയാണ് ഒരുക്കിയെടുത്തത് മനസ്സിനെ? ഞാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പൊതുവേ ഞാൻ മലപ്പുറം കുറ്റിപ്പുറം ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് മുകളിൽ 2 ചേച്ചിമാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്താവും, അല്ലെങ്കിൽ ഉപ്പ എന്നെ ചീത്ത പറയുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, കുടുംബത്തിൽ എന്തായിരിക്കും, ഇത് വലിയൊരു പൊട്ടിത്തെറിയാവുന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഓൾറെഡി ആ സമയത്ത് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. ഏത് പ്രായത്തിലത്? ഞാൻ ഓൾറെഡി ചെറുപ്പം മുതലേ എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് സ്വത്തം എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ എനിക്ക് തുറന്നു പറയാൻ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ ലൈഫും പിന്നെ കുടുംബക്കാരൊക്കെ എന്ത് പറയും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും സെറ്റിലായി, എല്ലാവരുടെ ലൈഫിലും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ലൈഫിലും ഹാപ്പി ആയപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം പോലെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എന്ത് ഹാപ്പിനെസ് ഉള്ളത്, എനിക്കൊരു ഹാപ്പിനെസ് ഉള്ള എല്ലാവരും എല്ലാവരുടെ ലൈഫിലും ഹാപ്പി. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞൊരു വാക്കായിരുന്നു ഇത്. ഞാനിങ്ങനെ കമ്മോട്ട് ചെയ്ത് മാറാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു എന്തിനാ വെറുതെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ചേച്ചിമാരൊക്കെ അവരെ ഹസ്ബൻഡ് കുട്ടികൾ അവർ ഹാപ്പിയാണ്, എല്ലാവർക്കും എല്ലാവരുടെ ലൈഫുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് ഇപ്പോഴും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഞാൻ ഇവിടെ ജീവിക്കാണ്ട് മരിച്ചു പോയാൽ അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും. കാരണം അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു ഞാൻ എന്തായാലും കമ്മോട്ട് ചെയ്ത് പോവാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ഞാനത് പറഞ്ഞ് സംസാരിച്ച് ഉമ്മാക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ എൻ്റെ ഉമ്മ പിന്നെ അത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഉമ്മ തന്നെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് സാധാരണഗതിയിലേ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ റിയ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, റിയ വന്നിരുന്നു. റിയയും എന്നോട് പറഞ്ഞൊരു കാര്യം, റിയ അത്തരം ഒരു തീരുമാനം എടുത്തപ്പോൾ റിയയെ ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ അമ്മമാര് നമ്മളെ എന്ത് തന്നെ ആയാലും എങ്ങനെയായാലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഉമ്മയ്ക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. വിഷമമുണ്ട്. ഇപ്പോഴും എന്നെ ഉമ്മ മോളെ നല്ല വിളിക്കുന്നത്, മോനെ എന്നാ വിളിക്കുന്നത്. അതെനിക്ക് ഒരിക്കലും കുഴപ്പമില്ല. അത് ഇനിയിപ്പോൾ എൻ്റെ ഉമ്മ ഇനി മരണം വരെ അങ്ങനെ വിളിച്ചാലും എനിക്കതിൽ വിഷമമില്ല. കാരണം അവര് വിളിച്ചു വന്നൊരു രീതിയാണല്ലോ. അതിൽ ഇനിയിപ്പോൾ എൻ്റെ മോളെന്നെ വിളിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് എൻ്റെ അമ്മ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. പഴയ ആ ഒരു കാലം ഉണ്ടല്ലോ, ജാസി ആവുന്നതിന് മുമ്പുള്ളൊരു കാലം, ആ കാലത്തില് സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ കൂട്ടുകാരും അങ്ങനെയുള്ളവരൊക്കെ ഇതിനെ കണ്ടത്? എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര എല്ലാവരും എന്നെ കളിയാക്കുക, മാറ്റി നിർത്തുക. ഒരു പരിപാടിക്ക് പോയാലും എല്ലാവരും ഭയങ്കര കളിയാക്കുന്ന രീതിയിൽ നോക്കുക. എനിക്ക് അങ്ങനെ ചെറുപ്പം മുതൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകണൊക്കെ ഭയങ്കര പേടി. എനിക്ക് കുറേ ആൾക്കാരെ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവരെന്നെ കാണുമ്പോൾ എന്താ വിചാരിക്കുക, എന്നെ കളിയാക്കുമോ, ഉള്ളിൽ അവരെന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ എന്നെ പറ്റി ആരോടെങ്കിലും പറയുമോ. പിന്നെ പൊതുവേ എനിക്ക് ചെറുപ്പത്തിൽ വലിയ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല. കാരണം എനിക്ക് പെൺകുട്ടികളെ ഫ്രണ്ട് ആക്കാനും പറ്റില്ല, ആൺകുട്ടികളോട്ട് ഫ്രണ്ട് ഇല്ല. അവരെല്ലാവരും കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മളെ ഒരു കോമാളി പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെയും എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എൻ്റെതുപോലത്തെ ഒരു ഫ്രണ്ട് പിന്നെ കിട്ടുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് പോയപ്പോഴാണ് എനിക്ക് എൻ്റെ പോലത്തെ ഒരു ഫ്രണ്ടും കിട്ടുക. അപ്പോൾ അവനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പൊതുവെ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ്മാരാണെങ്കിലും ചില ടീച്ചേഴ്സ് ഭയങ്കര നല്ല ടീച്ചേഴ്സാണ്. ചിലവർ നമ്മളെ ഭയങ്കര കളിക്കും, നീ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടല്ലേ നീ അവരെ കളിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് പോയി പറയാൻ നേരത്ത് നീ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നടന്നിട്ടല്ലേ അവർ നിന്നെ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾക്കാണ് എല്ലാം എന്തുകൊണ്ടാണ് നടക്കണേന്ന് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വേദന, വിഷമം. പിന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ വന്ന് പറയാനും പറ്റില്ല. വീട്ടിൽ വന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്നും പറയുന്നത് അങ്ങനെ തന്നെയാണ്, നീ ആണുങ്ങളെ പോലെ നടക്കുക, നീ ആണുങ്ങളെ പോലെ കൂട്ടുകൂട്, ആണുങ്ങളെ പോലെ ജീവിക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ വിഷമം പറയാൻ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ ലൈഫിൽ ഞാൻ വേറെ ആളെ കാണുന്നതിന് മുമ്പേ ഞാൻ ചിന്തിച്ചത് ഈ ലൈഫിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വ്യക്തി, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനൊരു ഫീലിംഗ് വരുന്നത്, എന്നെ പോലെ വേറൊരാളെ ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ജാസിയുടെ പഴയ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജാസിയെ കാണുമ്പോൾ അതിസുന്ദരനായ ഒരു പുരുഷൻ, അങ്ങനെ നമ്മൾ ചിന്തിക്കും, സാധാരണക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ എനിക്കത് കണ്ട് അങ്ങനെ ഒരു സുന്ദരനായ പുരുഷൻ എന്നുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറ്റബോധം തോന്നി. കാരണം അങ്ങനെ അത് കാണരുതായിരുന്നു. ആ കാണുന്ന ഫോട്ടോയ്ക്ക് അപ്പുറത്ത് ആ
ആൾക്കൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് നമ്മൾ കാണേണ്ടതെന്നുള്ള ബോധ്യം വരികയുണ്ടായി. എന്റെ അങ്ങനെ ഒരു ബോധ്യം പലർക്കും ഉണ്ടായിരുന്നില്ല പണ്ട്, അല്ലേ? എന്നോട് പലപ്പോഴും പഴയ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ് ആവണം അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവണം അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്കൊന്നുമില്ല. എനിക്ക് ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിൽ ജാസി എന്താവണം എന്ന് ഒരു ദൈവം ഒരു വരം തരികയാണ്, ചോദിച്ചോളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്ത്രീ ആവണം അല്ലെങ്കിൽ എനിക്കൊരു പുരുഷനാവണം എന്നതിനാണ് കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ഒന്നെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് അല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ലൈഫ് തന്ന് പരീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് ദൈവത്തിനോട് പറയുള്ളൂ. അപ്പോൾ ഒരുപാട് ചോദിക്കും പിന്നെ എന്തിനാ ഈ ലൈഫ് തരുന്നത്, ഈ ലൈഫ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അത് വല്ലാത്തൊരു അല്ല എനിക്ക് എപ്പോഴും എന്നോട് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി അത്. എനിക്ക് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, പലരും ഇങ്ങനെ കളിയാക്കും, എത്ര സിമ്പിളായിട്ട് പറയാം, ചാന്തുപുട്ട് അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ല മോശം വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വാക്കുകൾ പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളു കാണാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മൾ ഒരിക്കലും എല്ലാവരും പറയും നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾക്ക് മാറി ആണുങ്ങളെ പോലെ നടന്നുകൂടെ, നിങ്ങൾക്കൊന്നും ആണുങ്ങളെ കൂടെ, അങ്ങനെയൊന്നും മാറുന്നൊരു കാര്യമല്ല ഇത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർക്ക് മനസ്സിലാവത്തുണ്ട്. ഇതൊരു ബയോളജിക്കലി ഉള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് ഒരിക്കലും ഇത് മാറി നമുക്ക് നാളെ ഓക്കെ ഞാൻ നാളെ ഒരു ആണായി നടക്കാം എന്ന് വിചാരിക്കുക. ഒരു ആണ് പറയുകയാണ് നാളെ ഞാൻ പെണ്ണായിട്ട് നടക്കാം, അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയുകയാണ് ഞാൻ നാളെ ആണായിട്ട് നടക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. ഇത് ലൈഫല്ലേ, നമുക്ക് ഒരു ദിവസം ഒരു 3 ദിവസം 4 ദിവസം അഭിനയിച്ച് ജീവിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് അടുത്തൊരു ജന്മം എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഇത്ര മാത്രം. അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു ലൈഫ് തന്ന് ഒരിക്കലും പരീക്ഷിക്കരുത്. കാരണം ഒരു കൈയില്ലാത്ത ആളായിക്കോട്ടെ, ഒരു കാലില്ലാത്ത ആൾ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഒരു കൈയില്ലാത്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുള്ള ആൾക്കാരായാലും അവർക്കോട് എല്ലാവരും സഹതാപം ഉണ്ടാവുക. അയ്യോ പാവം കൈയില്ല, അല്ലെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ കളിയാക്കലാണ് ആൾക്കാർക്ക്. ഓ പിന്നെ നിങ്ങളൊക്കെ എന്താ, നിങ്ങൾക്ക് മറ്റേ ആൾക്കാരല്ലേ ചാന്ത് പൊട്ടല്ലേ, അങ്ങനെ ഒരു കളിയാക്കല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് അടുത്തൊരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ചില ആൾക്കാർ പ്രൗഡായിട്ട് പറയുന്നവരുണ്ട്, ഐ എം എ ട്രാൻസ് വുമൺ പ്രൗഡായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ കോൺസെപ്റ്റാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡറിന്റെ ഉള്ളിൽ കൂടി, ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ കൂടി ഒരുപാട് പലതരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സിൽ വിധ ചിന്തകൾ കടന്നു പോകും. അതിൻ്റെ ഒടുക്കത്തിൽ അവസാനം ജാസിക്ക് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഉത്തരം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലർക്കും ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ടാവാം, പക്ഷെ പലപ്പോഴും അവർക്കത് പറയാൻ പറ്റില്ല. ജാസി പറഞ്ഞാൽ സമൂഹം എങ്ങനെ കരുതുമെന്നും വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ആവാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണം എന്ന് തീരുമാനിച്ചാൽ അതിനും പ്രശ്നം ഉണ്ടാക്കും, ഇല്ലേ? ഇപ്പൊ പക്ഷെ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ട്രാൻസ്ഫോമർ ആയി മാറിയ അത്ര എന്താ പറയാ, ഒരു സാധാരണ ഒരു പെണ്ണിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും സ്ത്രൈണതയുള്ള ഒരുപാട് ട്രാൻസ്ഫോമർ വിമൻ ഉണ്ട്. ഞാൻ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്, ഇപ്പൊ ഞാൻ എണ്ണി പറയുന്നില്ല, എൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടിയുള്ള ജാസിയുടെ പാർട്ട്ണറെയും കൂടി കണ്ടു. പക്ഷെ ചില വീഡിയോകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിണങ്ങുന്നു, വേറെ ആളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, സൗഹൃദമുണ്ട്, പ്രണയമുണ്ടെന്ന്, ആഷിക്ക് വേറെ പ്രണയമുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പല വീഡിയോകളിൽ അവസാനം പിന്നെ നമ്മൾ കാണും നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതായിട്ട്. അപ്പം ഞാനിത് വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല, പക്ഷെ പലർക്കും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഐ എം സോറി, ഞാൻ ചോദിക്കുന്ന തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ആളുകളുടെ പ്രസൻസ് കൂട്ടാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് കൂട്ടാനായിട്ട് വീടിനകത്ത് നടക്കുന്ന, പ്രൈവറ്റായിട്ട് നടക്കുന്ന പല ഇഷ്യൂസും നിങ്ങൾ ക്യാമറയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഞാനും ആഷ് തമ്മിൽ എൻ്റെ ലൈഫിൽ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വലിയ ചർച്ചയായി എന്നുള്ളതാണ്. അത് സത്യം ഉള്ളൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അത് മാറി കാരണം നമ്മളെ ലൈഫിൽ നമ്മളെ പാർട്ട്നേഴ്സ് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഇതെനിക്ക് ഒരുപാട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു ചാൻസ് നമുക്ക് കൊടുക്കാം. നമുക്ക് നമ്മളെ പാർട്ട്ണർമാരുടെ അടുത്ത് നിന്ന് നമുക്കൊരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം. അത് വീണ്ടും ഒരു തെറ്റായി ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഒഴിവാക്കാം, അല്ലാണ്ട് നമുക്ക് ഒരു അവസരം കൊടുക്കാം. കാരണം മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റും. അത്തരം ഒരു പ്രശ്നമായിരുന്നു ആഷിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവനത് മനസ്സിലായി, അവൻ തിരിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും എന്നെ ഭയങ്കര സപ്പോർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ, ടച്ച് വുഡ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് അത്ര എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്ര നല്ലൊരു ആളെ എനിക്ക് പാർട്ട്ണർ കയ്യിൽ എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ആഷി ഇപ്പോൾ എന്നെ ഒരു പാർട്ട്ണറായിട്ട് ആഷി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആഷി വേറൊരു കല്യാണം കഴിക്കും. ഇപ്പോൾ എനിക്കും കൂടെ വരുന്ന കമൻസുകൾ ആഷിക്കും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ ആൾക്കാർ കോൽക്കളി എന്ന് വിളിക്കുമ്പോൾ ആഷിനും ഇതേപോലെ കോൽക്കളിക്കാരൻ അല്ലെങ്കിൽ കുണ്ടൻ അങ്ങനെയൊക്കെ ഇതിപ്പോൾ അപ്പോൾ ഞാൻ എടുക്കാൻ ആലോചിക്കാറുണ്ട്, എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഒരു പാർട്ട്ണറെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പാവം അവന് പോലും അങ്ങനെ ആൾക്കാർ വിളിക്കുന്നത്. നേരെ മറിച്ച് അവന് വേറൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് എൻ്റെ ലൈഫിൽ വരുന്നില്ലെങ്കിൽ ഒരിക്കലും അവനെ ഒരാൾ അങ്ങനെ വിളിച്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഈ കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ട് പോലും ഇപ്പോഴും പബ്ലിക്കലി എൻ്റെ കൈ പിടിച്ച് ഇതെൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ആഷി എൻ്റെ ലൈഫിൽ വലിയൊരു ഹീറോ തന്നെയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്ക് അറിയാം പല ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിൽ പല ആൾക്കാരെയും ഹസ്ബൻഡ് ആയിക്കോട്ടെ പാർട്ട്ണറായിക്കോട്ടെ പബ്ലിക് കണ്ട പ്രശ്നമാണ്, പബ്ലിക്കിൽ ഇറങ്ങാത്ത കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് ലൈക്ക് ഒരു എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യമാണ് ജാസി പറഞ്ഞു. ഇപ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പലപ്പോഴും ട്രാൻസ് വുമൺ ആയിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്ത്രീയായിട്ട് സർജറി കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാലും അവരുടെ പാർട്ട്നേഴ്സായിട്ടുള്ള വരുന്ന പലരും ഓപ്പൺ ആയിട്ട് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെ, ചിലര് ഓപ്പൺ ആയിട്ട് വന്ന് കല്യാണമൊക്കെ കഴിച്ചാലും കുറച്ചു കാലങ്ങൾക്കുള്ളിൽ അത് വേണ്ടാന്ന് വെക്കും. അപ്പൊ ഒരു ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി വരുന്നത് പോലെയോ അല്ലെങ്കിൽ കുറെ പേര് ഒളിച്ച് പോകുന്നത് പോലെയോ. ഇപ്പൊ അടുത്ത ദിവസം ഒരു ട്രാൻസ് വുമൺ എന്നോട് പറഞ്ഞ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ഞാൻ വിളിക്കുക. ഞാൻ അങ്ങനെ ആ മറ്റൊരു പേര് ട്രാൻസ് വുമൺ എന്ന് പോലും പറയാൻ ഇഷ്ടമില്ല. കാരണം സ്വത്വം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിലുണ്ടാവുക. ശരീരം മാത്രം ഉണ്ടായാൽ ഒരാള് സ്ത്രീയും ആവില്ല, ഒരാൾ പുരുഷനും ആവില്ല. അത് മനസ്സിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്, പിന്നീട് അത് പ്രവൃത്തിയിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അവരെന്നോട് പറയായിരുന്നു, എത്ര തന്നെയായാലും രഞ്ജിനി ചേച്ചി, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ അല്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ജോലി തരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പലതും തരുന്നു, ആക്ടിങ് കരിയർ ആക്കുന്നു, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും പലരും തന്നെ അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോഴും അടുത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും എവിടെയോ ഒരു അകൽച്ച കാണിക്കുന്നുണ്ട്. അതും ഞങ്ങളുടെ ഉള്ളിലൊരു വിങ്ങലാണെന്ന്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും പുറമെ അത് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു വിഭാഗം ആൾക്കാർ ഉണ്ട്. അതാണല്ലോ ഇപ്പൊ ജാസി ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്നാലും പോലും കുറച്ച് ആൾക്കാർ ഇപ്പോഴും നമ്മളെ ഇപ്പോഴും വേറിട്ട് കാണുന്ന കുറേ ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പണ്ടൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഒന്ന് മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും ഉള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്രയും അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വിസിബിളായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. അതാലേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ട്രാൻസ്കൾക്ക് വേണ്ടി സിനിമയിൽ കഥകൾ എഴുതുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, ഹീറോയിൻ പോലും ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ട്രാൻസ് വുമൻസിനെ അക്സെപ്റ്റ് ചെയ്ത് സ്വന്തം കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എന്നാലും എവിടൊക്കെയോ ഇപ്പോഴും നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു പോയിന്റ് ഇട്ടിട്ടാണ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. ജാസിയെ കുറ്റപ്പെടുത്തുമ്പോഴും പലപ്പോഴും എനിക്ക് പോലും ചില വീഡിയോസ് കാണുമ്പോൾ എന്താ ഇവരിങ്ങനെയെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വിചാരം എനിക്കറിയില്ല അത് ആൾക്കാർ എന്തിനാ അങ്ങനെ പറയുന്നത്. എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര എന്തോ ആണെന്നാണ്. എൻ്റെ ലൈഫിൽ ഞാൻ വന്ന ഒരു സ്ട്രഗിൾ ചെയ്ത് ഞാൻ വന്നൊരു സമയമുണ്ട്. ഞാൻ വളരെ സാധാരണ ഒരു വീട്ടിൽ ജനിച്ച കുട്ടിയാണ്. 10th കഴിഞ്ഞിട്ട്, കാരണം നമ്മൾക്ക് അത്ര വലിയ വരുമാനമില്ല. ഉപ്പ ടാക്സി ഡ്രൈവറാണ്, എൻ്റെ ഉമ്മ വീട്ടുജോലിക്കൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ വളരെ വളരെ സാധാരണപ്പെട്ട വളരെ
സാധാരണപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ താഴത്തെ ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കായിരുന്നു. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കും. അപ്പോൾ ട്യൂഷൻ ഫീസ് എനിക്ക് ആ ഒരു 200 രൂപ 300 രൂപ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാൻ തുണി എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കിച്ചണിൽ പാത്രം കഴുകാൻ വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ അത്രയ്ക്ക് വിഷമം വന്നിട്ടുണ്ട് എനിക്ക്. കാരണം എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് ഉപരിപഠനം പഠിക്കാൻ വേണ്ടി ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോട്ടലിൽ ജോലിക്കുന്നുണ്ട്. അവിടെ ജോലിക്ക് വേറെ ഒരു ജോലി ഇല്ല. അപ്പോൾ ഈ ജോലിയാണുള്ളത്. അപ്പോൾ ഓക്കെ, എനിക്ക് അന്ന് പണമായിരുന്നു ആവശ്യം. ഞാൻ അന്ന് അവിടെ വലിയൊരു സ്വാഗതേൻ്റെ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്, വളാഞ്ചേരിയിലുള്ള. ആ ഹോട്ടലിൽ ഞാൻ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, റൂംസ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട്, തറ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടും. അപ്പോൾ ഞാനത് ഇങ്ങനെ കൂട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവിന് ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ, പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ ഒരു ഹോട്ടലുണ്ട്. ജയിൽ റോഡിലുള്ള സ്പാൻ ഹോട്ടലിൽ ഞാൻ സർവീസിൽ നിന്നിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോൾക്കാട്ടി പാലസിൽ ഞാൻ ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രൗഡാണ് എനിക്ക്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളതല്ലല്ലോ, നമ്മൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ വേറെയുള്ള ഒരു കക്കാനോ മോഷ്ടിക്കാനോ ഒന്നുമില്ലല്ലോ പോകുന്നത്. നമ്മൾ അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു വളർന്നത്, എൻ്റെ ഉമ്മ ഭയങ്കര ബോൾഡാണ്. കാരണം എൻ്റെ ഉമ്മ ഒരു വരുമാനം ഇല്ല എന്ന്, വീട്ടിൽ ചിലവുകൾ നോക്കാൻ പറ്റുന്നില്ല, ഒരു വരുമാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു, ആ സമയത്തൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു മുസ്ലിം വീട്ടമ്മ വേറെ വീട്ടിൽ ജോലിക്കൊന്നും പോവില്ല. ഭയങ്കര ഇതാണ്. അപ്പോൾ കാരണം അത് പോയ കുടുംബക്കാരെന്ത് പറയും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾ പട്ടിണിയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്. ഞാനൊക്കെ രാവിലെ എണീക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മനെ ഞാൻ കാണാറ് പോലില്ല. കാരണം എൻ്റെ ഉമ്മ രാവിലെ ജോലിക്ക് പോകും. ഓരോരോ വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ടീച്ചറിൻ്റെ വീടുണ്ട്. അവിടെ ഉമ്മ ജോലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് സ്കൂളിൽ വരുന്ന സമയത്ത് അവിടെയാണ് ഫസ്റ്റ് കയറുക. അപ്പോൾ അവിടെ ഉമ്മ ബാക്കിൽ അലക്കുന്നുണ്ടാവും. ഉമ്മാക്ക് കൊടുത്ത ഫുഡ് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് അതൊക്കെ. ആ സ്റ്റെപ്പിൽ ഇരുന്ന് ഉമ്മാക്ക് കൊടുത്ത ഫുഡ് ഉണ്ടാവും, അവിടെ മൂടി വെച്ചിട്ടുണ്ടാവും. ആ ഫുഡ് എനിക്ക് ഉമ്മ തരും. ഞാനത് അവിടെ ഇരുന്ന് കഴിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും സ്ട്രഗിൾ ആയിട്ടുള്ള ഈ ആൾക്കാർ പറയുമ്പോൾ ജാസി ഭയങ്കര എന്തുവാണ്. ഞാൻ ജനിച്ച് വീണപ്പോൾ തന്നെ എന്താ പറയുക, വായിൽ സ്വർണം വെച്ച് വന്ന ആളല്ലേ. അത്രയും എല്ലാ ഒരു നോർമൽ പീപ്പിൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദനയൊക്കെ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ആൾക്കാർ കളിയാക്കുന്നതും ഇതൊക്കെ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ജാസി ഇതാണ് യഥാർത്ഥ ജാസി. അതെ, ഇതുവരെ കണ്ട ജാസി അല്ല ജാസി. അല്ല, ആ കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജാസിയുടെ ശരിയായൊരു മുഖം, അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ മുഖം എന്നാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മനെ കണ്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്ത് ജോലി, ഇപ്പോൾ നാളെ എനിക്ക് സോഷ്യൽ മീഡിയ ഒരു ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ, ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വരുമാനമാണെങ്കിൽ ഞാൻ പോവും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. എനിക്ക് എല്ലാ ജോലിയും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. എവിടുന്നാണ് ഈ ആഷിയെ കാണുന്നത്? ആഷിനെ ഞാൻ കാണുന്നത് എൻ്റെ നാട്ടിലുള്ള സമയത്ത് തന്നെ ആഷി ഫുട്ബോളൊക്കെ കളിക്കാൻ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ മേച്ചും കളിയൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാരെ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ അവരെ കളിക്കാൻ വാങ്ങും. അപ്പോൾ മലപ്പുറം ഞങ്ങളെ ഫുട്ബോൾ ഏരിയ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആഷിനെ ഫസ്റ്റ് കാണുന്നത്. അന്ന് കണ്ടു, സംസാരിച്ചു. അവർക്ക് ഫുഡൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ ഇരുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ സംസാരിക്കും, കാണും. അങ്ങനെ അവർ പാലക്കാടെന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലെത്തി. ഞാൻ ടിക്ടോക്കിലൊക്കെ സജീവമായപ്പോഴാണ് പിന്നെ ജാസി ഒന്ന് മെസ്സേജ് അയക്കാൻ വെച്ചിട്ടാണ് പിന്നെ എനിക്ക് ടിക്ടോക്കിൽ കാണുന്നതും പിന്നെ കണക്ഷൻ ആവുന്നതും. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരുടെയും വീടുകളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. രണ്ടുപേരെ വീട്ടിലും. ഈവൻ ഇപ്പോഴും ആഷിയുടെ വീട്ടിൽ ഭയങ്കര സീൻ തന്നെയാണ്. ഇല്ല, എൻ്റെ വീട്ടിൽ പിന്നെ ഓൾറെഡി ഞാൻ ദുബായിലുള്ള സമയത്ത് ഉമ്മാനെ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ലൈഫും ഞങ്ങളെ ബോണ്ടൊക്കെ ഓൾറെഡി ഉമ്മ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എൻ്റെ വീട്ടിൽ. എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിമാരെ ഹസ്ബൻഡ്മാരൊന്നും അങ്ങനെ വലിയ അക്സെപ്റ്റ് അല്ല. പക്ഷെ എങ്കിൽ പോലും ഉമ്മ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ എല്ലാവരും ഒരു കണക്ഷൻസ് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവൻ ചേച്ചിമാരാണെങ്കിലും ഉമ്മയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഉമ്മനെ എന്നും വിളിക്കും, ചേച്ചിമാരെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ആഷിയുടെ ഉമ്മയ്ക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എല്ലാവരുടെ മനസ്സും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക്. ജാസി എപ്പോഴെങ്കിലും ഉമ്മയോട്, ആഷിയുടെ ഉമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
ഇല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ പേടിക്കല്ലല്ലോ വേണ്ട ജാസി. സംസാരിച്ച പണ്ടൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ സംസാരിക്കുമായിരുന്നു. അല്ലാണ്ട് അതിന് ശേഷം ഇല്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ജാസി, ഇത്രയും കാര്യങ്ങൾ ജാസിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് മനസ്സല്ലേ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? അത് ഉമ്മ നല്ല പാവം തന്നെയാണ്. ഇപ്പൊ ആഷിയുടെ അതേ ഫീലിങ്സ് അല്ല. ആ ഉമ്മാന്റെ മോനാണല്ലോ ആഷി. കാരണം ആഷിക്ക് ഒരാളെ ചെറിയൊരു വിഷമം അറിഞ്ഞാൽ തന്നെ ആഷിക്ക് അറിയുന്ന വ്യക്തിയാണ്. ആഷിക്ക് ഭയങ്കര പേഴ്സണലി അത് ആഷി എടുക്കും. അല്ലെങ്കിൽ ആഷിയുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ട്, ഒരാൾ വന്ന് സഹായം ചോദിച്ചാൽ ആഷി അത് കൊടുക്കും. അങ്ങനത്തെ ഒരു മനസ്സ്. അപ്പോൾ ആ ഒരു ഉമ്മാന്റെ മോൻ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആഷിയുടെ ഉമ്മാനെ ഒരുപാട് പേര് പറഞ്ഞ് മാറ്റി. അതാണ് സംഭവം. അതെനിക്കും അറിയാം. ഉമ്മാന്റെ മനസ്സ് ഒരുപാട് പേര് വിഷം കൊത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എനിക്കത് തുറന്നു പറഞ്ഞാൽ ഉമ്മ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് അധികം പിന്നെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കാൻ നിന്നാലും ഉമ്മ അങ്ങനെ സംസാരിക്കാറില്ല എന്നോട്. പിന്നെ ഞാൻ അങ്ങനെ മേ ബി സർജറി ഒക്കെ കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മ സമ്മതിച്ചേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കണം, അല്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. മനുഷ്യന്റെ മനസ്സിലല്ലേ അങ്ങനെ ഒരു മാറ്റം. ഇപ്പോ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആഷി, സോറി ജാസി? ഇപ്പോ ഓൾറെഡി ഞാൻ പറയുമ്പോ പോലും ആഷിയുടെ പേര് അറിയാണ്ട് വരികയാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടല്ല, ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആഷി ഇല്ലെങ്കിൽ പോലും എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ആഷി എവിടെ അങ്ങനെ ഒറ്റ അങ്ങനെ പോവാറില്ല എവിടെയും. എപ്പോഴും ആഷി ഉണ്ടാവും കൂടെ. ഈവൻ ആഷി എവിടെയെങ്കിലും ഒറ്റക്കൊക്കെ എവിടെയെങ്കിലും പോയാൽ ജാസി എവിടെ എല്ലാവരും ചോദിക്കും. പിന്നെ ഞങ്ങൾ പേരും അങ്ങോട്ട് കൊണ്ട് എല്ലാവരും മാറിയിട്ടൊക്കെ വിളിക്കാറുണ്ട്. ഇന്ന് ജാസിയെ വിളിക്കാനുള്ള കാരണം ആഷിയും ജാസിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് ജാസി കടന്നു വന്ന വഴികളാണ് നമുക്ക് അറിയേണ്ടത്. ആഷി കടന്നു വന്ന വഴികളെക്കാൾ കാഠിന്യമുള്ള വഴികളിലൂടെ ആയിരിക്കും ജാസി വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ജാസിയെ മാത്രം ഞങ്ങൾ വിളിച്ചതും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതും. അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂമിന്റെ ബിസിനസ്സും ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേഷനും ഒക്കെയാണ്. പിന്നെ ഷൂട്ടും കൊളാബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മഷാല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എറണാകുളത്തുണ്ട്. ഇപ്പൊ ഇതിന്റെ ഈ സർജറിയുടെ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഇവിടെ റെനയിലാണ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഒക്കെ. പിന്നെ ഹോർമോൺ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സർജറിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് ആ ഹോർമോൺ ടാബ്ലറ്റ് നമ്മൾ ഫുള്ള് ഒരു കോഴ്സ് ഫുള്ള് കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സർജറിയും കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കും. അതിനും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതായത് എല്ലാരും പറയുന്ന ജാസിയെ കുറിച്ച് പറയുമ്പോൾ അവര് ട്രാൻസ്ഫോമൺ ആയിട്ടില്ല എന്ന് പറയാറുണ്ട്. അവരിപ്പോഴും പുരുഷൻ തന്നെയാണ്. ഈ പറയുന്ന ആൾക്കാർക്ക് അത് വെറും ഒരു സംസാരം മാത്രമാണ്. ഈവൻ ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന വലിയൊരു ഡിസിഷനാണ് അത് വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു സർജറിയും കൂടിയാണ്. നാളെ ഞാൻ ഇവരെല്ലാവരും വാക്ക് കേട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഇവരെ വാക്ക് കേട്ടോ എങ്ങനെയും പെണ്ണായ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഞാൻ സർജറി ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ ഞാനാണ് അനുഭവിക്കാനുള്ളത്, അല്ലേ? ഞാൻ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ 100% അതിൻ്റെ എല്ലാ ന്യൂനത കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇതിൽ ഏത് അഡ്വാൻസ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം, ഇത് ഏത് ഹോസ്പിറ്റലിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഉള്ളത്, ഏത് ഹോസ്പിറ്റലിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ നല്ല സർവീസ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് വേണം ചെയ്യാൻ. എടുത്ത് കയറി ചാടരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് അത് ഞാനാണ് അനുഭവിക്കാനുള്ളത്, ഈ പറയുന്ന ഒരാളും അനുഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ചിട്ടാണ് ഞാനിത് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആളുകൾ കുറ്റപ്പെടുത്തുന്ന കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പൊതുവേ വിചാരിക്കാറുണ്ട്, എന്തിനാ എല്ലാവരും കൂടെ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, എല്ലാവരും എന്തിനാ എന്നെ എങ്ങനെ ക്രൂശിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഈവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും കുറച്ച് ആൾക്കാർ എന്നെ കുറച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഇത്രയും മനോഹരമായി ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. എനിക്കറിയില്ല അതെന്താണ് പ്രശ്നം. ഞാനാണെങ്കിൽ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാറില്ല, ഒരാളെ ഇത് ലൈഫിൽ പേഴ്സണലി ഇടപെടാറില്ല. കമ്മ്യൂണിറ്റിയിൽ തന്നെ ഞാൻ പലപ്പോഴും അബദ്ധത്തിൽ വന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റികൾക്ക് വേദന ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ പോലും അതിന് അപ്പോളജിസ് ചെയ്ത് അവർക്ക് അതിന് സോറി പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ഒരാൾക്കൊരു വേദന ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ഓപ്പണായിട്ട് ആരെങ്കിലും അതുപോലെ സംസാരിച്ചിട്ടുണ്ട്? അടുത്ത ഇപ്പോൾ ഈ ഒരു മാറ്റങ്ങൾക്ക് ശേഷം നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്? നേരിട്ട് കമന്റ് സെക്ഷനിൽ കമന്റ്സുകളുണ്ട്. നേരിട്ടൊന്നും എന്നെ ഇതുവരെ ഒരാളും അങ്ങനെ എനിക്ക് പുറത്ത് എവിടെ പോകുമ്പോഴും എനിക്ക് ഭയങ്കര അക്സെപ്റ്റേഷൻ ആണ് കിട്ടാറുള്ളത്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം എനിക്കിനിയിപ്പം എവിടെയും ഒരു സ്ഥലത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ജസ്റ്റ് ലുലുവിൽ ഒന്ന് ജസ്റ്റ് കയറി തന്നെ ഒരുപാട് പേര് അമ്മമാർ
ചേച്ചിമാർ ഏട്ടന്മാരൊക്കെ വന്ന് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു, ഭയങ്കര കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എനിക്ക് പബ്ലിക്കിൽ നിന്ന് അങ്ങനെ ഇന്ന് വരെ ഒരു തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നത്. അതെനിക്കറിയില്ല. പക്ഷെ പുറത്തുനിന്ന് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു നെഗറ്റീവും വന്നിട്ടില്ല. ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയും സന്തോഷവും ഒക്കെയാണ്. ഒരു സെക്കൻഡ്, ഇപ്പൊ സമയം എത്രയായി? ആയി തോന്നുന്നു, 1 മണിക്കൂറായോ? എത്രയുണ്ട് ഇനി? ഏത് ആസ്പെക്ട്സ് ആണ്? ഒരു മിനിറ്റ് അപ്പൂസിനെ വിളിക്കും. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഓ ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്. ആണോ അപ്പൂസേ? എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, എനിക്ക് സഹിക്കാനേ പറ്റിയില്ല അത് എൻ്റെ ലൈഫിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. അത് ഭയങ്കര ഫീലിംഗ് വരുന്നത്. അതല്ല, ചേച്ചിയാണ് കാരണം എന്നെ കാട്ടി കൂടുതൽ. അത് ആ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നതായിരുന്നു. അപ്പം നമ്മൾ ജാസി പറഞ്ഞൊരു ഇതുണ്ട്, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒന്നുകിൽ പുരുഷനായാൽ മതി അല്ലെങ്കിൽ സ്ത്രീ ആയാൽ മതി, എനിക്ക് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കണ്ട അടുത്ത ജന്മത്തിലെങ്കിലും. അല്ല, അത് ആ കുട്ടിയുടെ മനസ്സെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ കാര്യം. കാരണം പലപ്പോഴും പല ആൾക്കാരും പ്രൗഡായിട്ട് പറയാറുണ്ട് ഐ എം എ ട്രാൻസ് വുമൺ എന്നുള്ളത്. പക്ഷെ എനിക്ക് പ്രൗഡാണ്. ഇങ്ങനെ കണ്ണിൽ വെള്ളം വന്നിട്ടില്ല ഷോയില്. പൊതുവെ എനിക്ക് അങ്ങനെ പറയുന്നവരോട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനത്തെ ലൈഫ് വേണ്ട. എന്തിനാ വെറുതെ ഈ ആൾക്കാരെ മുമ്പിൽ പരിഹാസം, കളിയാക്കല്? ഒന്നും ഒരു ആൺകുട്ടി കഴിഞ്ഞാൽ ആരെയും പരിഹസിക്കോ കളിയാക്കോ? സോറി, ഞാനതാ സ്റ്റോപ്പ് ചെയ്ത്. ഒരു ടിഷ്യൂ. അപ്പൊ ഞാൻ ശരിക്കും ബ്ലണ്ടായി. ഇനി എന്താ അടുത്ത ഭാഗം, എന്താ പറയണ്ടേന്നുള്ളത്? എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടോ? 35 മിനിറ്റ്സ് ആയി, പക്ഷെ റിയലി ഫൈൻ. ഞാൻ കരഞ്ഞില്ല ചേച്ചി, കുറച്ച് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുട്ടി, നമുക്കൊരു തിരിച്ചുപോക്കില്ലല്ലോ ഒരു ജന്മത്തില്. ഇനി അടുത്ത ജന്മത്തിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ, ഈ ജന്മത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അടുത്ത ജന്മത്തിന് ഇപ്പോൾ നമുക്കൊരു കൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കൈയില്ല, ഒരു കാലില്ല, ഒരു കണ്ണ് കാണാത്ത ആള്, ചെവി കഴിക്കാത്ത ആൾക്കാർ, അങ്ങനെയായാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ജന്മത്തിൽ എനിക്ക് ഈ ഒരു ലൈഫല്ല, ഒരു കൈയില്ലാത്ത ഒരാളെ ലൈഫാണ് നിനക്ക് ദൈവം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതാ തിരഞ്ഞെടുക്കുക. കാരണം ഇവിടെ കുറ്റപ്പെടുത്തലും കളിയാക്കലുമാണ്, അവിടെ അതില്ല. അയ്യോ കൈ ഇല്ലല്ലേ പാവം, അയ്യോ എന്തൊരു പാവം. അതൊന്നുമില്ല. ഇത് എല്ലാവരും കളിയാക്കലാണ് ലൈഫ് വെച്ചിട്ട്. അതാ പറയുന്നത്. ഇത് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. ഇപ്പൊ എന്നെപ്പോലെ ഇത് തുറന്ന് പറയണം എന്നുള്ള ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ആരും പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിത്തെ ആൾക്കാർ എന്ത് പറയും, പിന്നെ എന്തിനാണ് നീ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നത് എന്ന് ചോദിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതുകൊണ്ട് ആരും ഇത് പുറത്ത് പറയില്ല. ഞാൻ ജാസി വരുന്നതിന് മുമ്പ് ജാസിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും ഒക്കെ അറിയാം സോഷ്യൽ മീഡിയയിലെ കൂടി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും കണ്ടപ്പോഴും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജാസിയെ പ്രൊവോക്ക് ചെയ്യുന്നതായി പോകുമോ? ഈ പ്രോഗ്രാമിന്റെ ഒരു നേച്ചർ അനുസരിച്ച് നമ്മൾ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ജാസി എന്ന വ്യക്തിയെ നമ്മൾ പുറമേക്ക് കാണുന്ന കാഴ്ചയിൽ ഞാൻ കരുതി വച്ചിരുന്ന ചോദ്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ജാസി ഇല്ലാതാക്കി കളഞ്ഞു. എനിക്ക് വാക്കുകൾ മുട്ടിപ്പോകുന്ന അവസ്ഥ. അതെ അതെ അതെ, എന്നോട് എന്തിന് ഞാൻ ഈ ഇന്റർവ്യൂവിന്, ഞാൻ പലരെയും ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണെന്നറിയാലോ. ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ ജാസിയെ ഇന്റർവ്യൂ ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ച ആളുണ്ട്. അപ്പോൾ ജാസിയുടെ ഒരു ഇമേജ്, സോഷ്യൽ മീഡിയ ഇമേജ് എന്ന് പറയുന്നത് കുറെ നെഗറ്റീവും കൂടാണ്. ജാസി എന്തോ ഭയങ്കരമായിട്ട് ഒരുപാട് പേരെ വെറുപ്പിക്കുക, കുടുംബങ്ങളെ വേദനിപ്പിക്കുക, പാർട്ട്ണറുടെ കുടുംബത്തിനെ വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അതേസമയം ജാസിയെ ഞാൻ കണ്ടിട്ടുള്ളത് അതിസുന്ദരിയായിട്ടുള്ള, ഏറ്റവും നന്നായി വസ്ത്രം ധരിക്കുന്ന, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന, കുക്ക് ചെയ്യുന്ന, റെസിപ്പീസ് പറയുന്ന, ഇതൊക്കെ പറയുന്ന ആളുമാണ്. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു ജാസി അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ആ ടഫായിട്ടുള്ള പേഴ്സണാലിറ്റി അറിയാലോ, എൻ്റെ ഇൻ്റർവ്യൂസ് പലപ്പോഴും ടഫാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഒരിക്കലും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിന് അങ്ങനെ ഒരു കൃത്യമായ ചോദ്യങ്ങൾ
കരുതി വെച്ചിട്ട് എണ്ണി എണ്ണി ചോദിക്കാറേ ഇല്ല. എൻ്റെ മനസ്സിൽ വ്യക്തിയെക്കുറിച്ച് പഠിച്ചിട്ട് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ ജാസി എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ഒരുപക്ഷെ ഇന്നു മുതൽ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റൊരു ജാസിയെ, യഥാർത്ഥ ജാസിയെ നിങ്ങൾ കാണും. ഇനി ഒരാൾ പോലും ജാസിയെ ഒരു കുറ്റവും പറയാൻ പാടില്ല. കാരണം ഈ വ്യക്തി, ഈ കുട്ടി കടന്നു വന്ന കനൽ വഴികൾ അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ ജാസി. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.